ഇന്ന് കാതികയിൽ തെന്നാലി രാമന്റെ ഒരു കഥയായാലോ? ഇതിനു മുന്നേ കാതികയിൽ 3 തെന്നാലി രാമൻ കഥകൾ കൂട്ടുകാർ കേട്ട് കാണും. ഇതാ ഒരു കൊച്ചു കഥ. ഒരിക്കൽ മഹാരാജാവ് ഒരു മത്സരം നടത്തി. ഈ കൊല്ലത്തെ ഏറ്റവും വലിയ മണ്ടൻ ആരാണെന്ന് അറിയാൻ വേണ്ടി. ആ മത്സരത്തിന് 100 സ്വർണ്ണ നാണയം സമ്മാനമായും വെച്ചു. രാജാവ് എല്ലാവരോടും പറഞ്ഞു, തെളിയിക്കൂ, നിങ്ങളാണ് ഏറ്റവും വലിയ മണ്ടനെന്ന്. എങ്ങനെയെങ്കിലും ആ 100 സ്വർണ്ണ നാണയം കിട്ടണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും എന്തെങ്കിലും മണ്ടത്തരം ആലോചിച്ച് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം എത്തി. മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാവരും വന്ന് ഓരോ മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങി. മഹാരാജാവിന് അതിൽ കുറെയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും ആരാണ് ഏറ്റവും വലിയ മണ്ടൻ എന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം വേണ്ടി വന്നു. അങ്ങനെ എല്ലാം കേട്ട ശേഷം മഹാരാജാവ് ആരാണ് മണ്ടൻ എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് നമ്മുടെ രാമൻ കയറി വന്നത്. രാമൻ കയറി വന്നതും മഹാരാജാവ് ചോദിച്ചു, എന്താ രാമ വൈകിയത്? ഇന്നൊരു മത്സരം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. രാമന് അതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. രാമൻ പറഞ്ഞു, അതെ പ്രഭു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എനിക്ക് 100 സ്വർണ്ണ നാണയങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാരാജാവ് പറഞ്ഞു, രാമ, നിനക്ക് 100 സ്വർണ്ണ നാണയം വേണമെങ്കിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാമായിരുന്നില്ലേ? ഒരുപക്ഷെ നീ ജയിക്കുമായിരുന്നേനെ, നിനക്ക് 100 സ്വർണ്ണ നാണയം കിട്ടുമായിരുന്നു. നീ ഒരു മണ്ടൻ തന്നെ. രാമൻ മഹാരാജാവിനോട് ചോദിച്ചു, ആരാ മണ്ടൻ? ഞാനോ? മഹാരാജാവ് വീണ്ടും പറഞ്ഞു, നീ തന്നെ മണ്ടൻ. അത് പറഞ്ഞതും രാമൻ മഹാരാജാവിനെ നോക്കി ചിരിച്ചു. അതേ മഹാരാജൻ, ഞാൻ തന്നെയാണ് മണ്ടൻ. എനിക്ക് തന്നേരെ ആ 100 സ്വർണ്ണ നാണയം. മഹാരാജാവിന് രാമൻ ഉപയോഗിച്ച ബുദ്ധി ഇഷ്ടപ്പെട്ടു. സന്തോഷത്തോടെ മഹാരാജാവ് 100 സ്വർണ്ണ നാണയം നമ്മുടെ രാമന് തന്നെ കൊടുത്തു. തെന്നാലി രാമന്റെ മറ്റൊരു കഥയുമായി കാതിക മറ്റൊരു ദിവസം എത്തും. നിങ്ങൾക്കും എത്രയോ കഥകൾ അറിയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ പറയുക, ഒരു കഥ കാതികയ്ക്ക് അയച്ചു തരിക. എല്ലാവരും നിങ്ങളുടെ കഥ കേൾക്കട്ടെ. അടുത്ത കഥ പറയും വരെ നന്ദി, നമസ്കാരം.